നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യയിലടക്കം വ്യാപകമായി ഉപയോഗിച്ച ആസ്ട്രാസെനെക്ക കമ്പനിയുടെ കോവിഷീൽഡ് വാക്സിന് ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് കോടതിയിൽ തുറന്നു സമ്മതിച്ച് കമ്പനി. UK ഹൈക്കോടതിയിൽ സമർപ്പിച്ച നിയമപരമായ രേഖകളിലാണ് ആസ്ട്രാസെനെക്ക തങ്ങളുടെ വാക്സിൻ ഉപയോഗം കാരണം വളരെ അപൂർവമായ കേസുകളിൽ ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകാം എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. രക്തം കട്ട പിടിക്കുന്നതും കുറഞ്ഞ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിനും കാരണമാകുമെന്ന ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രം എന്ന അവസ്ഥയാണ് വളരെ അപൂർവം അവസരങ്ങളിൽ കോവിഷീൽഡ് കാരണമാകുന്നത് എന്നാണ് ആസ്ട്രാസെനെക്ക കോടതിയെ അറിയിച്ചത്. ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാസെനെക്ക ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി പ്രവർത്തിച്ചാണ് കോവിഷീൽഡ് വികസിപ്പിച്ചെടുത്തത്. പൂനെ ആസ്ഥാനമായുള്ള സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവരുമായി സഹകരിച്ച് കോവിഷീൽഡ് ഇന്ത്യയിൽ വ്യാപകമായി വിതരണം ചെയ്തിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ആസ്ട്രാസെനെക്ക ഓക്സ്ഫോർഡ് വാക്സിൻ ഇപ്പോൾ UKയിൽ നൽകാറില്ല. വാക്സിൻ കോവിഡ് മഹാമാരിയെ ചെറുക്കുന്നതിൽ ഫലപ്രാപ്തി കാണുന്നുണ്ടെങ്കിലും അപൂർവമായ പാർശ്വഫലങ്ങളുടെ ആവിർഭാവം ഇവയും നിയന്ത്രണത്തിനും കടുത്ത നിയമ നടപടികൾക്കും കാരണമായിട്ടുണ്ട്. 2021 ഏപ്രിലിൽ ആസ്ട്രാസെനെക്ക വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം മസ്തിഷ്കത്തിന് സ്ഥിരമായ ക്ഷതമേറ്റ ജാമി സ്കോട്ട് ആണ് കമ്പനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. വാക്സിൻ കാരണം എന്റെ മസ്തിഷ്കത്തിൽ രക്തം കട്ട പിടിക്കുകയും തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തു. അത് ഗുരുതരമായ മസ്തിഷ്ക വൈകല്യത്തിന് കാരണമായി. 2021 ഏപ്രിൽ തനിക്ക് ലഭിച്ച ആസ്ട്രാസെനെക്ക കോവിഡ് വാക്സിൻ കാരണമാണ് തനിക്ക് ഈ അവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ജെയിംസ് സ്കോട്ട് ആരോപിച്ചത്. വാക്സിൻ നൽകപ്പെടുന്നതിനു ശേഷം ഉണ്ടായ ഗുരുതരമായ സാഹചര്യത്തിൽ സ്കോട്ട് ഇനി അതിജീവിക്കുകയില്ല എന്ന് ആശുപത്രി അധികൃതർ അദ്ദേഹത്തിന്റെ ഭാര്യയെ അറിയിക്കുക പോലും ചെയ്തിരുന്നു. കമ്പനി നടത്തിയ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ അവർ 2023 എടുത്ത നിലപാടിന് ഘടകവിരുദ്ധമാണ്. സാധാരണഗതിയിൽ കോവിഷീൽഡ് വാക്സിൻ മൂലം TTS പോലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നായിരുന്നു അന്ന് കമ്പനി എടുത്ത നിലപാട്. എന്തായാലും കോടതിയിലെ തുറന്നു പറച്ചിലൂടെ വലിയ നിയമ നടപടികൾക്ക് വിധേയമാകാൻ ഒരുങ്ങുകയാണ് കമ്പനി. കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ഏതാണ്ട് ആദ്യമായി പുറത്തു വന്ന വാക്സിനുകളിൽ ഒന്നാണ് ആസ്ട്രാസെനെക്ക ഓക്സ്ഫോർഡ് വാക്സിൻ. ഭാരത സർക്കാർ ഇന്ത്യയുടെ സ്വന്തം കോവാക്സിൻ പുറത്തിറക്കുന്നതുവരെ ഇന്ത്യയിൽ വളരെ വ്യാപകമായി കോവിഷീൽഡ് നൽകപ്പെട്ടിരുന്നു. പലരും ഇന്ത്യയുടെ കോവാക്സിൻ സ്വീകരിക്കാതെ കോവിഷീൽഡ് സ്വീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എങ്കിലും വളരെ അപൂർവം കേസുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്നാണ് കമ്പനി കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കോവിഷീൽഡ് എടുത്തവർക്ക് അത് ആശ്വാസത്തിനുള്ള ഒരു വക തന്നെയാണ്.